ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരും 32-ാം സങ്കീർത്തനം എടുത്തു വെച്ച്. 32-ാം സങ്കീർത്തനം അനുതാപ സങ്കീർത്തനങ്ങളാണ് നാം ധ്യാനിച്ചു വരുന്നത്. അനുതാപ സങ്കീർത്തനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. 32 വാസ്തവത്തിൽ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെ സൗഭാഗ്യമാണ്. ദി ബ്ലെസ്സഡ്നെസ് ഓഫ് ഫോർഗീവ്നെസ്. പാപക്ഷമയുടെ അനുഗ്രഹം, പാപക്ഷമയുടേതായ സൗഭാഗ്യം. ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാൻ ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥമായ ഭാഗ്യം, സന്തോഷം, അനുഗ്രഹം അത് സൗന്ദര്യത്തിലോ മാനത്തിലോ ധനത്തിലോ മറ്റൊന്നുമല്ല, പാപക്ഷമയിലാണ്. പാപക്ഷമയിലാണ്. നിങ്ങൾ വേറെ എല്ലാം അങ്ങ് മറന്നിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് കൃപയാൽ വന്നിട്ടുണ്ട്. അതവൻ്റെ വാക്കാണ്, വാഗ്ദത്തമാണ്. ദൈവമക്കളെ, ഇന്ന് പാപമോചനം ഒഴുകി വരും ദിവസമായി മാറണം. ദൈവത്തിന് സ്തോത്രം. ഈ പാപമോചനം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു. ഒരവസ്ഥാവിശേഷമുണ്ട്. കാരണം ചിന്തയിലൊന്നുമല്ല, പ്രകടമായ വൃത്തികെട്ട പാപം ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നിട്ട് പോലും കേടുവന്ന മനസാക്ഷിയുമായി, മരവിച്ച മനസാക്ഷിയുമായി ഒന്നും സംഭവിക്കാത്തതിനെ പോലെ ജീവിതം അല്ലെങ്കിൽ രാജ്യഭരണം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. എനിക്ക് ഏറ്റവും വലിയതായ ആശ്വാസമായിട്ട് തോന്നിയെന്തെന്നറിയോ? ദാവീദ് എല്ലാം മറന്ന് ഒരു കുഴപ്പവുമില്ലാത്ത പോലെ അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഞാൻ ഇന്ന് ചിന്തിച്ചൊരു കാര്യം, ദാവീദിൻ്റെ അടുക്കലേക്ക് നാഥാൻ പ്രവാചകനെ അയച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഏകദേശം 1 വർഷക്കാലത്തോളം തകർന്ന് തരിപ്പണമായി നരകത്തിലേക്ക് പോവുകയില്ലായിരുന്നു. ബാക്കിയുള്ള സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് എഴുതി കിട്ടുമോ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുന്നതായ ആ ഒരു അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് പോലും ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചെന്ന് പറയാൻ തക്കൊണ്ടുള്ള ആ ഒരു പദവി ലഭിക്കുമായിരുന്നു. ദാവീദ് മാനസാന്തരപ്പെട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ വേശ്യാവൃത്തിയും മദ്യപാനവും വേണ്ടാധീനവുമായിട്ട് നരകത്തിൽ പോവുകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് നിങ്ങൾക്ക് എന്തുണ്ട്? സുബോധമുണ്ട്. നിങ്ങളോട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മരിച്ചു പോയിരുന്നെങ്കിൽ എവിടെ ചെല്ലുമായിരുന്നു? നിത്യനരകത്തിൽ പോകുമായിരുന്നു. കർത്താവ് എന്നെ കണ്ടു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ സത്യത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവുകയല്ല ചെയ്ത്. അതെങ്ങനെ നടന്നു എന്നാണ് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്നത്. ഈ ഭാഗ്യപദവിയിലേക്ക് എങ്ങനെ വന്നു? ഒന്നാമത് നാഥാൻ പ്രവാചകനെ അയച്ചു. വിരൽ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, നീ ഇന്ന പാപങ്ങളെല്ലാം ചെയ്തു ദൈവത്തെ കോപിച്ചിരിക്കുന്നെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മറുതലിക്കാൻ സാധിച്ചില്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ഒറ്റ വാക്കുകൊണ്ട് പറയുക മാത്രമല്ല ചെയ്ത്. എനിക്കത് വലിയ സവിശേഷതയായിട്ട് തോന്നി. പാപത്തിൻ്റെ ഭീകരത കണ്ടു. അത് കണ്ടപ്പോൾ ദാവീദിന്റെ നാവിൽ നിന്ന് വന്ന 3 ശബ്ദമാണ് എൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചത്. 4 കാര്യങ്ങളാണ്. അത് പാപത്തിൻ്റെ സാരാംശമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന പാപത്തിൻ്റെ സാരാംശം. 1 ലംഘനം, 2 പാപം, 3 അകൃത്യം, 4 കാപട്യം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഞാൻ ധ്യാനിക്കുവാൻ പോകുന്നത് ഈ 4 വിധ ദോഷങ്ങൾക്കുമുള്ള പരിഹാരം എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കണം. അത് വെറുതെ കേട്ടേച്ച് പോകാനല്ല. ഓരോന്നും നിങ്ങൾ വേറെ ആരുടെയും ജീവിതത്തിലേക്ക് നോക്കണ്ട. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമുണ്ട്? ലംഘനമുണ്ട്, ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്തുകൊണ്ട്? പാപമുണ്ട്, അകൃത്യമുണ്ട്, കാപട്യമുണ്ട്. അതെല്ലാം ഒറ്റ വാക്കിലല്ല പറഞ്ഞത്. അതെങ്ങനെയാണ് ദൈവം മോഹിച്ചു തരുന്നത്? ദൈവം അതിനെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ തന്നെ 4 വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലംഘനവും പാപവും അകൃത്യവും കപടവും ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഞാനത് ചിന്തിച്ച് കഴിപ്പിക്കും, ഒരു വലിയ ലോകം തുറന്നു കിട്ടിയതുപോലെയാണ്. ഒരു പാപി ജീവിതത്തിൽ പാപത്തിൻ്റെ വൈവിധ്യം, പലതരത്തിലായ പല നിറത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം അങ്ങ് ക്ഷമിച്ചിരിക്കുന്നല്ല ദൈവം പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ക്ഷമിച്ചത്? ദൈവം ഒന്നാമത്തെ കാര്യം എന്താണ്? ലംഘനം.
ലംഘനം അടുത്ത വാക്യം വായിച്ച് ലംഘനം ക്ഷമിച്ചു ക്ഷമിച്ചും. എല്ലാത്തിനും ക്ഷമ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചത് ലംഘനം ക്ഷമിച്ചു. ലംഘനം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നത് ഒഫൻസാണ്, റിബല്യാണ്, മറികടക്കലാണ്, അതിരുകടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് മനഃപൂർവ്വമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയാണ്. അറിയാൻ വയ്യാതൊന്നുമല്ല. കോപിക്കുന്നത് തെറ്റാണെന്ന് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അരുതാത്ത ബ്ലൂ ഫിലിം കാണുന്ന തെറ്റാണെന്ന് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഓരോ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയുന്നതിന് ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ തെറ്റാണെന്ന് അറിയാവുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുത് എന്ന് ബോധ്യം തരുന്നതുമായ പാപം നിങ്ങൾ ആവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ ഗുരുതരമായ പാപമാണ്. ദൈവത്തിന് സ്തോത്രം. അത് അനേകർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അല്പം ഗൗരവത്തോടെ പറയുകയാണ്. ദൈവത്തിന് ഡൂയിങ് വാട്ട് ഈസ് പ്രോഹിബിറ്റഡ്. അരുത് എന്ന് പറയുന്ന കാര്യം യുവതികൾക്കും യുവാക്കന്മാർക്കും അറിയാൻ വയ്യേ. ഇത് നിങ്ങളൊന്ന് കേട്ടിട്ട് ജീവിതത്തിൽ തെറ്റാണെന്ന് ബോധ്യമുള്ളതായ പാപങ്ങളോട് വിഷം പോലെ വേണ്ടാന്ന് വെക്കുക. പുതിയ തത്വമൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ അത് ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ക്ഷമിക്കുക എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് എന്താണ്? ഫോർഗീവ്. ഫോർഗീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടേക്കൺ അവേ, എടുത്തു മാറ്റുക എന്നാണ്. എടുത്തു മാറ്റുക. ജീവിതത്തിൽ പ്രകടമായ ചില തെറ്റുകൾ, ദൈവത്തിന് സ്തോത്രം, എടുത്തു മാറ്റുക. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യ. ഇപ്പം നിങ്ങളുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നില്ലേ ചില കാര്യങ്ങളെല്ലാം? ആർക്ക് എനിക്ക് എടുത്തു കളയാൻ പറ്റും? വിശുദ്ധന്മാർക്ക് എടുത്തു കളയാൻ പറ്റും? കന്യാവറേനെ എടുത്തു കളയാൻ പറ്റുമോ? പാപത്തെ എടുത്തു കളയുവാൻ അധികാരമുള്ള വ്യക്തി, പാപത്തിന് പരിഹാരം ക്രൂശിൽ വരുത്തി ക്രിസ്തു മാത്രമാണ്. അതിപ്പോൾ നടക്കണം. ഈ പോയിന്റ് കിട്ടിയ പോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഈ ഗ്ലാസും ഈ ലിഡും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതങ്ങ് എടുത്തു മാറ്റി അപ്പൊ തപ്പിയ കാണും ഇനി അവിടെ. അതെൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിനോട് പറഞ്ഞ് എടുത്തു മാറ്റി തരുമില്ലേ? എടുത്തു മാറ്റുക എന്നാണ് ക്ഷമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എടുത്തു മാറ്റണം. ദൈവമക്കളെ അതിനെന്ത് ചെയ്യണം? അത് ഞാൻ പറയുന്ന രണ്ടാമത്തെ കാര്യം. ഒന്ന്, എടുത്തു മാറ്റുക. ജീവിതത്തിൽ വന്ന തെറ്റുകൾ കർത്താവായി യേശുക്രിസ്തു വന്ന് പരിധി നോക്കി അത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു മാറ്റുകയല്ല. കർത്താവേ ഇതെനിക്ക് വേണ്ട. എല്ലാവരും കേട്ടത്? ദൈവത്തിൻ്റെ സ്തോത്രം. ഇതെനിക്ക് വേണ്ട, എടുത്തു മാറ്റുകയാണ്. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് എടുത്തു വെച്ച പാപങ്ങൾ കർത്താവായി യേശുക്രിസ്തുവിന്റെ രക്തം പുരണ്ട കരം വന്ന് എടുത്ത് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിയും, പിന്നിലേക്ക് എറിയും. ഉദയം അസ്തമയത്തോടെ അകന്നിരിക്കുന്ന പോലെ ദൂരത്തേക്ക് മാറ്റിക്കളയും. കാണാതെ വണ്ണം അത് കളയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 50-20. ഞാൻ ശേഷിപ്പിച്ചു വെക്കുന്നവരോട് ക്ഷമിക്കിയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇല്ല പിന്നെ യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇനി എൻ്റെ ജീവിതത്തിൽ അമ്മായിയമ്മയോടുള്ളതായിരിക്കുന്ന ഇഷ്ടക്കുറവ് എന്ന് പറയുന്ന പാപം ആരെന്തും പറഞ്ഞുകൊള്ളട്ടെ, തപ്പി നോക്കിയാൽ കാണുകയില്ല. ആ സ്ഥാനത്ത് സ്നേഹമായിരിക്കും. അശുദ്ധി എന്ന് പറയുന്നത് പ്രവൃത്തിയിലോ ചിന്തയിലോ വാക്കിലോ നോട്ടത്തിലോ ഉള്ളതായ ചില പാപങ്ങൾ എന്ന് പറയുന്നത് ഇത് എടുത്തു വെച്ചേക്കണം കർത്താവ്. എനിക്കത് വേണ്ട. 100 വട്ടം ആവലോടെ ഓടി വന്ന് എൻ്റെ പൊന്നു കർത്താവ് എടുത്ത് ദൂരത്തെറിഞ്ഞ് കളയും. നോക്കിയാൽ അത് കാണുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളുപിടിച്ച് നടന്നല്ലേ, വേശ്യാവൃത്തിക്കാരനല്ലേ, തല്ലിപ്പൊളിയനല്ലേ, ദൈവത്തിൻ്റെ സ്തോത്രം ഉഴപ്പനല്ലേ, ഒക്കെ ശരിയാണ്. നോയിക്കോ ശത്രുവെ, നീ നോയിക്കോ. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. 25-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം വായിച്ച്, യഹോവേ എന്റെ അകൃത്യം വലിയത്, യഹോവേ എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെയാണ് ദൈവം അത് ചെയ്തത്? ദൈവം അത് ചെയ്ത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 5:19 വായിച്ച്. 2 കൊരിന്ത്യർ 5:19. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനും എൻ്റെ കർത്താവിൻ്റെ ഇടയ്ക്ക് വേറെ യാതൊന്നുമില്ല. ഞങ്ങൾ പറ്റിച്ചേർന്നിരിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങളുടെ കൺമുമ്പിൽ ഞാൻ പ്രായോഗികമായിട്ട് പറയട്ടെ, ഏതെല്ലാം അശുദ്ധികളെല്ലാം
വൈരാഗ്യമെല്ലാം, എന്തെല്ലാം ലംഘനങ്ങൾ, കൽപ്പന ലംഘനങ്ങൾ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, അതിപ്പോൾ എടുത്ത് കർത്താവിൻ്റെ രക്തം വാർന്നൊലിക്കുന്ന ക്രൂശിൻ ചൂട്ടിൽ അത് വേണ്ട കർത്താവേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ തയ്യാറാണോ? ദൈവമക്കളെ, സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന, ലംഘനം ക്ഷമിക്കുന്ന കുഞ്ഞാടിൻ രക്തം, അത് മാത്രമാണ് പാപമോചനത്തിന് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത്. ആ കുഞ്ഞാടിൻ രക്തത്തിൻ്റെ ഒരേ ഒരു ശക്തിയിലും കഴിവിലും ആശ്രയിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആരേക്കാൾ കൊടും പാപിയായി ഞാനിവിടെ നിൽക്കാൻ കാരണം. സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നുണ്ടല്ലോ. കർത്താവെ, എനിക്കറിയാവുന്ന രഹസ്യവും പരസ്യവും വലുതും ചെറുതുമായ സകല ലംഘനങ്ങളും പച്ചച്ചോര വാർന്ന് ഒലിച്ചു വരുന്ന ക്രൂശിൻ ചുവട്ടിലേക്ക് ഇതാ എടുത്തു വയ്ക്കുകയാണ്. ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്കത് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. നരകത്തെ പോലെ, വിഷം പോലെ വെറുത്തുകൊണ്ട് ലംഘനങ്ങളെല്ലാം താഴെ വെച്ച് ഒന്ന് ലംഘനം ക്ഷമിക്കണം, എടുത്തു മാറ്റണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വേറെ കാര്യം പറയുന്നത്, പാപം ക്ഷമിച്ചെന്നല്ല പറഞ്ഞു, പാപം മറയ്ക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാഴ്ചയിൽ നിന്ന് മാറ്റുക, കാഴ്ചയിൽ നിന്ന് മാറ്റുക. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് എൻ്റെ ജീവിതത്തിൽ പ്രകടമായ ചില വൃത്തികെട്ട പാപങ്ങളും അശുദ്ധിയും എല്ലാം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അത് പലപ്പോഴും തെളിഞ്ഞു വന്നിട്ടുണ്ട്. കോപമില്ലേ, വാശിയില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കടന്നു ചെല്ലും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ടൗലിൽ നിങ്ങൾക്ക് എല്ലാവരും കാണാം. പക്ഷേ പാപമെങ്കിൽ ദൈവം എന്താ ചെയ്യുന്നത്? പാപപ്രകൃതി മറയ്ക്കുകയാണത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ടൗലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അരുമനാഥൻ ആ രക്തം കൊണ്ട് എന്നെ ഒരു പുതപ്പണിയിക്കുന്ന പോലെ അങ്ങ് മൂടി മറച്ചു. കാണാൻ നിൽക്കുമല്ലോ പിന്നെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. വായിച്ച ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. 85 സങ്കീർത്തനം 2, 85:2. നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. ഹല്ലേലൂയ, എന്ത് വ്യക്തമായിട്ട് പറയുന്നു. പാപം അങ്ങ് മൂടി. ഹല്ലേലൂയ. നിങ്ങൾ അനുതാപത്തോടെ ഇരുന്നേ, എൻ്റെ കർത്താവ് പ്രവർത്തിക്കട്ടെ. ഞാൻ ആരാണ്? എനിക്കും വേണ്ട ഇത്. നിങ്ങളിൽ ഒരാളെ പോലെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അരുമനാഥന്റെ രക്തം പുരണ്ട ഒരു പുതപ്പ് വന്ന് ഇന്ന് ഇവിടെയും മറ്റെവിടെയും എല്ലാം വിശ്വാസത്തോടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലെ പാപങ്ങളെ മുഴുവനായിട്ട് അങ്ങ് കവർ ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കാണുമ്പോൾ കാണുന്നത് കുഞ്ഞാടിന് രക്തം പുരണ്ടതായ ഒരങ്കിയാണ്, ഒരു മൂടുപടമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരൊറ്റ കണ്ടീഷൻ മാത്രം കേട്ടോ നിങ്ങൾ, ഒറ്റ കണ്ടീഷൻ: ലംഘനങ്ങളെ മറക്കരുത്. ഞാൻ മറക്കരുത്, ഞാൻ മറക്കരുത്. ഇലയൊന്നും തുന്നി മൂടാനായിട്ട് നോക്കരുത്. ദൈവത്തിന് എന്ത് മനോഹരമായ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ പറയുന്ന പ്രാണപ്രിയനായ എൻ്റെ യേശുവും കാൽവറിയിൽ ചെറിയ കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയും ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടുപോലും എനിക്ക് അറിയാവുന്നത് പോലെ ദൈവമക്കളെ, കൃപ എനിക്കൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് വേണ്ട കർത്താവേ, ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യത്തിലേക്ക് വന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കറയും ചുളുക്കവും ഇല്ലാത്ത വിധത്തില് കുഞ്ഞാടേ, നിന്റെ രക്തം പുരണ്ട അങ്കി എന്നെ അങ്ങ് മൂടി പുതപ്പിച്ച് ഒരു വിശുദ്ധിയുടെ മേലാട ധരിപ്പിക്കണമേ. ദൈവമക്കളെ, പൊന്നുകർത്താവ് അത് കാണുകയില്ലേ? ഉള്ളിൻ്റെ ഉള്ളറയിൽ നിന്ന് ഊണിലും ഉറക്കത്തുള്ള പ്രാർത്ഥന അതല്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നീ ഒരിക്കലും അത് മറച്ചു വെക്കരുത്. ഒന്നെന്താണ്? ലംഘനം മറച്ചു. ഹാപ്പി ആർ ദോസ് ഹൂസ് ട്രാൻസ്ഗ്രഷൻസ് ആർ ഫോർഗിവൻ. ലംഘനം ക്ഷമിച്ചു കിട്ടിയവൻ. 2, പാപം മറച്ചു കിട്ടിയവൻ. ഹാപ്പി ആർ ദോസ് ഹൂസ് സിൻസ് ആർ കവേർഡ്. എല്ലാവർക്കും ആ ഒരു മൂടൽ കിട്ടിയോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി പുറത്തേക്ക് പോകരുത്, ഇനി പുറത്തേക്ക് എനിക്ക് വരരുത്. പുറത്ത് മുഴുവൻ മഴയാണ്, എന്നെ മൂടിയിരിക്കുകയാണ്. ഞാൻ ഈ കൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നനഞ്ഞു പോകും. ഇല്ല, ശത്രുവിനെ എന്നെ കാണാൻ പാടില്ല. ദൈവമക്കളെ, ഞാൻ ഈ കാലങ്ങളിൽ അതൊക്കെ പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പറയാറുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഫിലോസഫി ഓഫ് മൈ ലൈഫ് ഓരോ ദിവസം കഴിയും തോറും ഈ പ്രൊഫസർ കൂട്ടായ്മയിൽ വചനം പറയുന്ന CM മാത്യൂസ് വന്ന് ചെറുതായി
എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു തിരുവിലാവുണ്ടല്ലോ, അതിനകത്ത് ആരും കാണാതെ ഒന്ന് ഒളിച്ചിരിക്കണം. ഇത് ഞാൻ പറയുന്ന സ്വർഗം ഇന്നും കേട്ടില്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലുതാകാൻ വേണ്ടിയിട്ടല്ല, കേമനാകാൻ വേണ്ടിയിട്ടല്ല, നേതാവാകാൻ വേണ്ടിയില്ല. ഓരോ ദിവസം കഴിയും തോറും കൂട്ടായ്മയിൽ ഏറ്റവും ചെറിയവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിട്ടോ എൻ്റെ അരുമനാഥൻ്റെ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട മറവിടമായിരിക്കുന്ന തിരുവിലാവിൽ നിന്ന് ഒളിക്കണം. ഈ അന്തരംഗത്തിലെ ആഗ്രഹം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരികയില്ലേ? 1, ലംഘനം ക്ഷമിച്ചു. 2, പാപം മറച്ചു. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. 3-ാമത്തെ എന്താണ്? വായിച്ചേ. യഹോവ അകൃത്യം കണക്കിടാതെയും. ഞാൻ ഓർക്കുക, വാസ്തവത്തില് സങ്കീർത്തനക്കാരന്റെ നാവിൽ നിന്ന് ശബ്ദമല്ലേ ഇത്? ദൈവത്തിന് സ്തോത്രം. ആരാണ് അകൃത്യം കണക്കിടാതിരിക്കുക? ദൈവത്തിന് സ്തോത്രം. ഡസ് നോട്ട് അക്കൗണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കണക്കിടാതിരിക്കുക. അതാണ് സങ്കീർത്തനക്കാരൻ 54 സങ്കീർത്തനത്തിൽ പറയാൻ, ലംഘനങ്ങളെ മായ്ച്ചു കളയണേ. ഞാൻ ചെയ്ത സകലതും എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അതേപടി പച്ചയായിട്ട് പറയുകയാണ്, സകലതും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്തേക്ക് വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ ചിലയിടത്ത് നിന്ന് തൊട്ടതിൻ്റെതായ കാര്യം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു കള്ളക്കണക്കോടെ ചിലവാവില്ല. ഇവിടെയൊക്കെ വാദിച്ചു നിൽക്കാം. ഭാവിനിയായ ശമരിയക്കാരി സ്ത്രീ പറഞ്ഞ, എനിക്ക് ഭർത്താവില്ല. എന്ത് വ്യക്തമായിട്ട്, എനിക്ക് ഭർത്താവില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരു കണക്കുണ്ട്. ആ സ്ത്രീയെ അവിടെ കർത്താവ് ആദ്യമായിട്ടല്ലേ കാണുന്നത്? ശമരിയ കണ്ടൊരിക്കൽ ആ സ്ത്രീയെ കർത്താവ് ആദ്യമായിട്ടല്ലേ കാണുന്നത്? കർത്താവ് ആ കണക്ക് പുസ്തകം എടുത്ത്, നീ ഒരാളുടെ കൂടെ നടന്ന് ഞാൻ കണ്ടു, 2-ാമത്തതിൻ്റെ കൂടെ നടന്നു, 3-ാമത്തതിൻ്റെ കൂടെ നടന്നു, 4-ാമത്തതിൻ്റെ കൂടെ നടന്നു, 5-ാമത്തതിൻ്റെ കൂടെ നടന്നു. ഈ 5 പേരുമായിട്ടുള്ള വിവാഹഭോജനം നടത്തി. പിന്നെ ആ കണക്ക് പുസ്തകത്തിൻ്റെ താള് പറഞ്ഞപ്പോൾ കർത്താവ് വേറെ നടക്കണ്ട്, ഇപ്പോൾ 6-ാമതൊരു കൂടെയാണല്ലോ നടക്കണത്. കല്യാണമായിട്ട് നടന്നിട്ടുമില്ല. എൻ്റെ ദൈവം, ഇതല്ലേ കണക്ക് പുസ്തകം? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു കണക്ക് പുസ്തകത്തിനകത്ത് ചെയ്തതും ചെയ്യാത്തതുമായ സകലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പാപം ചെയ്തതും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ചെയ്യരുതാത്ത ചെയ്തതും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതെല്ലാം കണക്കിട്ടിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് ആ കണക്കിരുന്ന് നോക്കണതാണ് പാപബോധം. ഞാൻ പറയുന്ന എല്ലാം കൂടെ കിട്ടി. ഇപ്പം 100 പാപമുണ്ടെന്ന് വിചാരിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ. കണക്ക് പുസ്തകത്തിനകത്ത് നോക്കിയപ്പോൾ 100 പാപമുണ്ട്. 98ഉം 99ഉം ക്ഷമിച്ചു കിട്ടി. ഒരെണ്ണം മോചിക്കാനുണ്ട്. അടുത്ത വാക്ക് നിങ്ങളൊന്ന് കേൾക്കുമോ? ഞെട്ടലോടെ. നുണ പറയില്ലല്ലോ. മോചിക്കപ്പെടാത്ത ഒരു പാപവും വെച്ചുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന മാത്തുക്കുട്ടി സാറ് പോലും സ്വർഗത്തിൽ ചെല്ലില്ല. മായിച്ചു കിട്ടാത്ത ഒരു പാപവും വെച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ വാതിൽ ഒരു വ്യക്തിക്ക് വേണ്ടി തുറക്കുകയില്ല. ഇതൊന്ന് കേട്ടെങ്കിൽ മറ്റുള്ളവരെ നേരെ വലിച്ചുകൊണ്ടിരിക്കണം. അവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പ്രസംഗിക്കുന്ന അങ്ങനെയാണ്, സാക്ഷ്യം പറയുന്നതിന് അങ്ങനെയാണ്. ഇതിലേക്കൊന്നും തോന്നുന്നില്ല. കാരണം എൻ്റെ പാപത്തെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മറ്റുള്ളവരുടെ പാപം എന്നെ വിഷയം. എനിക്ക് 100 വട്ടം അറിയാം. ഇന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണത നമ്മുടെ കൂട്ടായ്മയിൽ അനേകർക്കുണ്ട്. ആത്മാവിൻ്റെ കണികയില്ലാത്ത ഒരു കൂട്ടം ആളുകളാണത്. അവനവനെ കണ്ടുവെങ്കിൽ അതോർത്ത് കരയുകയല്ലാതെ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുകയില്ല. നീ വിധിക്കുന്ന വിധിയാൽ നീയും വിധിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. പറയുന്നത് വ്യക്തമായി കേട്ടുകൊള്ളണം. അകൃത്യങ്ങൾ മുഴുവൻ ദൈവത്തിന് സ്തോത്രം കണക്ക് നോക്കി ഏറ്റുപറഞ്ഞ് ഓരോന്നേ എടുത്തു വെച്ച് എല്ലാവരും കേട്ടുകൊള്ളണം. മുൻപതിൽ നിൽക്കുന്നവരും സാക്ഷ്യം പറയുന്നവരും പ്രസംഗിക്കുന്നവരും എന്നെ പോലെ സകലരും ജീവിതത്തിൽ വന്നതായ തെറ്റുകളുടെ പട്ടിക മുഴുവൻ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് കണ്ട രക്തം വാർന്നിരിക്കുന്ന ക്രൂശിൻ ചോട്ടിൽ ഓരോന്ന് എടുത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അകൃത്യങ്ങൾ കണക്കിടരുതേ. പൗലോസ്ലീഹ ഒനേമോസിനെ പറഞ്ഞു വിടുമ്പോൾ ഫിലേമോനോട് പറഞ്ഞു, അവൻ ചെയ്ത തെറ്റുകളും കടങ്ങളും എല്ലാം എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാൻ നേരം എടുക്കുന്നില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ പലതും പുറമേ കാണാനില്ല, എൻ്റെ ഹൃദയത്തിൽ
കാരിരുമ്പാണികൾ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എളുപ്പമൊന്നും അഞ്ഞു പോയില്ല കേട്ടോ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. എവിടെ എഴുതി വെച്ചേക്കണേ? അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരുടെയും ചങ്കൊന്ന് തുറന്നേ. പുറമേ നല്ല പിള്ളയും സ്തുതിയും ഹാലരിയായും ദൈവ വേലയും ദൈവത്തിന്റെ സ്തോത്രം പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. നിന്റെ ജീവിതത്തിന് കേന്ദ്രമായിരിക്കുന്ന നിന്റെ ചങ്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വൃത്തികെട്ട ചില പാപപ്രകൃതികളുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ പാപങ്ങൾ വലുതാണ്, ക്ഷമിക്കണമേ പറഞ്ഞ പോരാ. ചെവി തുറന്ന് കെട്ടച്ചു വെക്ക്. ഇരുമ്പാണികൾ കൊണ്ട് നിന്റെ ആളത്വത്തിന്റെ കേന്ദ്രത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില പാപപ്രകൃതികളുണ്ട്. ചങ്ക് പൊട്ടി തുറന്നങ്ങ് ചെല്ലണം. ദൈവമക്കളെ, ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ഞാൻ ഇന്ന് വാസ്തവത്തിൽ ഏങ്ങലടിച്ചു പോയി. എൻ്റെ ചങ്കിനകത്ത് ഇതുപോലെ വൃത്തികെട്ട ആലേഖനം ചെയ്ത പാറമേൽ കൊത്തിവെച്ചിരിക്കുന്ന ചില പാപങ്ങൾ പോലെ ഉണ്ടായിരുന്നത്. അതും കൂടി കഴുകുവാൻ വേണ്ടിയിട്ടാണ് കുന്തത്താൽ തുറക്കപ്പെട്ട ചങ്കിൽ നിന്ന് തീരത്തെ മൂറ്റി തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് അവിടം വരെയും തുളച്ച് ചെല്ലേണ്ടതായിട്ട് വന്നു എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പാപങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഈ പാപത്തിന്റെ കണക്കുകൾ മുഴുവൻ എൻ്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാച്ചുകളയാൻ വേണ്ടി കാരിരുമ്പാണികൾ കൊണ്ട് ആ പാപങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ പരിശുദ്ധ ശരീരത്തിൽ എഴുതി ചാട്ടവാറുകൊണ്ട് കീറി. ഇതൊക്കെ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ മക്കളെ? കാൽവറിയിൽ മർമ്മം നിങ്ങളോട് പറയട്ടെ. മുടി മുതൽ അടിവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം വാർന്നൊലിക്കാത്ത ഒരു കോശമെങ്കിലും ഉണ്ടോ? എന്താ കാരണം? എന്താ കാരണം? എൻ്റെ ജീവിതത്തിൽ പാപത്തിന്റെ വൃത്തികെട്ട ദുർഗന്ധം വരാത്ത ഒരു കോശവുമില്ല. അരുമനാഥന്റെ സകല രോമകൂപങ്ങളിൽ കൂടിയും കുഞ്ഞാടിന്റെ തങ്കച്ചോര ഒഴുകി വന്നു എന്നെ കഴുകുവാൻ. അതുകൊണ്ട് പറഞ്ഞു, അകൃത്യം കണക്കിടരുത്. അത് വെറുതെ മോചിക്കല്ല, എൻ്റെ പേരിൽ കണക്കിട്ടു, എൻ്റെ പേരിൽ കണക്കിട്ടു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പേരിൽ കണക്കിട്ടു. ക്രൂശിലേക്കൊന്ന് നോയിക്കേ, ക്രൂശിലേക്ക് നോയിക്കേ. എല്ലായിടത്തും കണ്ണുകൊണ്ട് ചെയ്ത പാപത്തിന് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കണ്ണിൽ കൂടി രക്തം വാർന്നൊലിക്കുന്നു. നാവ് ദൈവത്തിന് സ്തോത്രം. കൈകൾ ഹല്ലേലൂയ. കാരിരുമ്പാണികൾ കണ്ടിട്ട് പാപം മുഴുവൻ കർത്താവിന്റെ ശരീരത്തിൽ എഴുതി. 1 ദൈവത്തിന് സ്തോത്രം, ലംഘനം ക്ഷമിക്കുക. 2 പാപം മറയ്ക്കുക. 3 അകൃത്യം കണക്കിടാതിരിക്കുക. യേശുവിന്റെ മേൽ കണക്കിട്ടു. ഹാപ്പി ആർ ദോസ് whom God imputes no iniquity. അവസാനത്തെ എന്താണ്? ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കപടമില്ലാതാക്കണം. 4 വാക്കുകളാ പറഞ്ഞേ. ലംഘനം ക്ഷമിക്കണം, പാപം മറയ്ക്കണം, അകൃത്യം കണക്കിടാതിരിക്കണം, പിന്നെ എന്താണ്? കപടം ഇല്ലാതിരിക്കണം. ഹാപ്പി ഈസ് എ പേഴ്സൺ ഇൻ ഹൂ സ്പിരിറ്റ് ദെയർ ഇസ് നോ ഗൈൽ. ദൈവത്തിന് സ്തോത്രം. കാപട്യമില്ല, അഭിനയമില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്ട്രെയിറ്റ് ഫോർവേഡാണ്. മക്കളെ, ഹൃദയം തുറന്നേ. അകൃത്യം വല്ലതും ഉണ്ടോ? കപടം വല്ലതും ഉണ്ടോ? നേരെ എന്ന് മാത്രമാണോ? നാഥനെ കുറിച്ച് പറയുന്ന പോലെ ഇവൻ സാക്ഷാൽ ഇസ്രായേലിനിൽ കപടമില്ല. ഞാൻ ഒത്തിരി കുതിക്കുന്നതായ ഒരു ആഗ്രഹമാണിത്. ദൈവത്തിൻ്റെ സ്തോത്രം. ശിശു സഹജമായ പരമാർത്ഥതയും നിഷ്കളങ്കതയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ക്രൂശിൻ ചുവട്ടിലേക്കല്ലേ വന്നിരിക്കുന്നു. ഒത്തിരി കാപട്യമുണ്ട് കർത്താവ്, ഒത്തിരി വ്യാജമുണ്ട് കർത്താവ്, ഒത്തിരി അഭിനയമുണ്ട് കർത്താവ്. പവമാനത്തിൻ്റെ 4 വശങ്ങൾ നിങ്ങൾ മനസ്സിലായോ? കർത്താവായി യേശുക്രിസ്തു ദൈവത്തിൻ്റെ സ്തോത്രം. ശിശു ആയാലല്ലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയും. ഒരു കൊച്ചു നിങ്ങളൊന്നും എടുത്ത് അമ്മമാരൊക്കെ വേണ്ടി ഇരിക്കില്ലേ? ഒരു ചോരക്കുഞ്ഞ്, നല്ല കാപട്യമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങൾ ആങ്ങളെയും മകളും കൂടെ വലിയ വ്യത്യാസമില്ല. ഇനി കൂട്ടില്ല, ഇങ്ങനെ വിട്ട് ഇനി കൂട്ടില്ല മിണ്ടൂല്ല നിന്നോട്. നീ എൻ്റെ അടുത്ത് വരേണ്ടത് പറഞ്ഞു. ആങ്ങളെയും മകളും കൂടെ ശരിക്കും വഴക്കോടും. അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും 2 പേരോട് കെട്ടിപ്പിടിച്ച് കളിച്ച് ചിരിച്ചു വല്ലതുണ്ട്. അല്ല, ഞാൻ പരമാർത്ഥത, ആ നിഷ്കളങ്കത നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ഇന്ന്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. ബാബുവിനോട് വരുന്നേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം അങ്ങ് മറക്ക് ദൈവമക്കളെ, എന്നെ മറക്ക്, സകലതും മറക്ക്. കുഞ്ഞാടിൻ്റെ തങ്കച്ചോര ഊർന്നൊലിക്കുന്നതായ ആ ക്രൂശിൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വന്നത്. വല്ല ലംഘനം ഉണ്ടോ മക്കളെ? ഹല്ലേലൂയ. വല്ല പാപമുണ്ടോ? വല്ല അകൃത്യമുണ്ടോ? വല്ല കപടമുണ്ടോ? ഇതിലെല്ലാം എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന് മോചിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ലംഘനങ്ങൾ മുഴുവനങ്ങൾ ക്ഷമിച്ചു തന്നെ കർത്താവെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ടങ്ങ് എടുത്തെടുത്ത് വെച്ച് ഓരോന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കപടം മറക്കാതെ അങ്ങ് തുറന്നു വെച്ച്, പാപം മറക്കാതെ മുഴുവനങ്ങ് തുറന്നു വെച്ച്, ഹല്ലേലൂയ. വൃത്തികെട്ടതായ വാക്കുകളും കോപവും വാശിയും ഇഷ്ടക്കുറവും ലൈംഗികമായ ആസക്തികളും എല്ലാം അങ്ങ് തുറന്നു വെച്ച് അവനങ്ങ് മറച്ചു തരട്ടെ. അകൃത്യം ദൈവത്തിന് സ്തോത്രം കണക്ക് പുസ്തകം അങ്ങോട്ട് വിടർത്തി വെച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മുഴുവൻ കാപട്യമാണ്, മുഴുവൻ വഞ്ചനയാണ്, നല്ലപിള്ള ചമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ടും പാട്ടുകൊണ്ടും സ്തുതി കൊണ്ടും ഹല്ലേലൂയ കൂട്ടായ്മയ്ക്ക് വരവുകൊണ്ടും ദൈവവേല കൊണ്ടും എൻ്റെ വൃത്തികെട്ട പ്രകൃതി സൽപ്രവൃത്തിയാക്കി ഞാൻ കാണിച്ചു കൊടുത്തു. മഹാപാപമാണ് ജീവിതത്തിൽ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഓരോന്നങ്ങ് പിറക്കിയിട്ട് ഞാനെല്ലാം മറന്ന് അവിടെ ചെയ്യുകയാണ്. എൻ്റെ ലംഘനങ്ങളെയും എൻ്റെ പാപങ്ങളെയും അകൃത്യത്തെയും കാപട്യത്തെയും രക്തം ക്കുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് ഇപ്പോൾ എടുത്ത് വെക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോചനം ഒഴുകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമ ഒഴുകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാറ്റിലും ഉപരിയായി തീ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. എന്നെ അങ്ങ് കത്തി തീ പിടിപ്പിക്കട്ടെ. പാപയന്ത്രങ്ങളെല്ലാം അഴിയട്ടെ. ശാപം മുറിഞ്ഞു പോകട്ടെ. രക്താംബര ഹിമം പോലെ വെളുക്കട്ടെ. കരിക്കട്ടെ, തീ പിടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുന്ന മക്കളായി സാക്ഷ്യത്തോടെ ഇറങ്ങുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.